നിങ്ങൾ യൂറോപ്പിൽ ഒരു ബിസിനസ് കോർപ്പറേറ്റിനെ എടുക്കുക, അതായത് ബിസിനസ് മാനെ എടുക്കുക, ഒരു ബിസിനസ് ഹൗസിനെ എടുക്കുക, അതായത് വലിയൊരു ബിസിനസ് ഹൗസിനെ എടുക്കുക. ഇതുമായിട്ടെല്ലാം വെൽ കണക്റ്റഡ് ആണ് അമേരിക്ക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവർക്കെല്ലാം തന്നെ അമേരിക്കയിൽ ഹ്യൂജ് ഓഫീസുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഗ്ലോബലായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ തന്നെയും ഏകദേശം 2 ബില്യൺ 3 ബില്യൺ 4 ബില്യൺ പെട്ടെന്നാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കുറവുകൾ വരുന്നത്, അതേപോലെ കൂടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും, അതായത് ബ്രസൽസിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലക്ച്വേഷൻ എന്താ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകാത്തതിൻ്റെ കാര്യമെന്ന്? കാരണം ഇത് നിയന്ത്രിക്കുന്നൊരു പവറുണ്ട്. ഈ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക, അതാണ് അമേരിക്കയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അമേരിക്ക ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഗ്ലോബൽ ബിസിനസ്സിലും ഭീമൻ എന്ന വാക്ക് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ പോയി കാലെ പിടിച്ചിട്ട് അവരുടെ ട്രേഡ് സൈൻ ചെയ്തതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ റീസൺ എന്താ? കാരണം അവർക്കറിയാം അമേരിക്കൻ മാർക്കറ്റ് ഇല്ല എങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ അവരുടെ ട്രേഡും അതേപോലെ അവിടുത്തെ മാനുഫാക്ചറിങ്ങും അവരുടെ ബിസിനസ്സും അവരുടെ ജോബും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഏകദേശം 110% ടാരിഫ് ഉണ്ടായിരുന്ന യൂറോപ്യൻ കാർ മേക്കേഴ്സ് ഇന്ത്യയിലോട്ട് അത് 40% മാറി? ഉറപ്പായിട്ടും അതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ ഓട്ടോ മാനുഫാക്ചേഴ്സ് അവരുടെ ഈ സ്റ്റേക്ക്, അതായത് അവരുടെ ഷെയർ ഒന്ന് താപ്പോട്ട് പോയതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. അതിന് 2 സ്ലാബാണ് ഞാനിത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഏകദേശം $17,000, അതേപോലെ 15,000 യൂറോ ആ മൂല്യത്തിലുള്ള കാറുകളാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം അതിനാണ് 40% ടാരിഫ്. ഇന്ത്യയുടെ കൺസ്യൂമേഴ്സിനെ എടുത്തു നോക്കുക, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് അർബൻ ക്ലാസ്. പണ്ട് നമ്മൾ 800 മാരുതിയും ആൾട്ടോയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സെഗ്മെന്റിൽ കാറുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് കാറിന് വില കുറവായിരുന്നു. പക്ഷെ ഇന്ത്യക്കാരുടെയും അർബൻ ക്ലാസിൻ്റെയും ലൈഫ് സ്റ്റൈല് മാറി, അവരുടെ ബൈങ് പവറും പർച്ചേസിങ് പവറും കൂടി.